നമസ്കാരം സുഹൃത്തുക്കളെ. ഓഗസ്റ്റ് 1-ാം തീയതി വെള്ളിയാഴ്ച റിലീസായ മലയാള ചലച്ചിത്രങ്ങളുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഏറ്റവും പുതിയ മലയാള ചലച്ചിത്രങ്ങൾ റിലീസായിട്ടുണ്ട്. അത് തിയേറ്ററുകളിലും OTT പ്ലാറ്റ്ഫോമുകളിലുമായിട്ടാണ് റിലീസായിരിക്കുന്നത്. അതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഓരോ ചിത്രവും അതിൻ്റേതായ പ്രത്യേകതകളോടെ വൈവിധ്യമാർന്ന കഥകളുമായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ ആഴ്ച ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ് രേവതി എസ് വർമ്മ സംവിധാനം ചെയ്ത ഈ വലയം എന്ന സിനിമ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ചിത്രം നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ പൂർണ്ണമായി വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്: മൊബൈൽ ഫോൺ അഡിക്ഷൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു, അല്ലേ? എന്നാൽ അത് എങ്ങനെയാണ് നമ്മളുടെ കുടുംബ ബന്ധങ്ങളെയും വ്യക്തിഗത ബന്ധങ്ങളെയും നിശബ്ദമായി കാർന്നു തിന്നുന്നത് എന്ന് ഈ ഒരു ചിത്രം വളരെ ഹൃദ്യമായി അല്ലെങ്കിൽ വളരെ ഹൃദയസ്പർശിയായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. നന്ദു, രഞ്ജി പണിക്കർ, ആഷ്ലി ഉഷ, മുത്തുമണി സോമസുന്ദരൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം നോമോഫോബിയ എന്ന അവസ്ഥയെക്കുറിച്ചും അതിൽ നിന്ന് ഉടലെടുക്കുന്ന വൈകാരിക പ്രതിസന്ധികളെക്കുറിച്ചും പ്രേക്ഷകരെ ബോധവാന്മാരാക്കുന്നു. ഒരു ത്രില്ലർ സ്വഭാവത്തിൽ ആരംഭിച്ച് പിന്നീട് ഒരു കുടുംബ ഡ്രാമയായി മാറുന്ന ചിത്രത്തിൻ്റെ ഘടന അഭിനന്ദനാർഹമാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന, എന്നാൽ നമ്മളുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ഇത് തുറന്നു കാട്ടുന്നു. ഓരോ കുടുംബാംഗത്തിനും ഈ ചിത്രം സ്വന്തം ജീവിതത്തിൽ നിന്ന് പലതും കണ്ടെത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. സാങ്കേതികപരമായി മികച്ച നിലവാരം പുലർത്തുന്ന ഈ വലയം എന്ന ചിത്രം ഛായാഗ്രഹണത്തിലും എഡിറ്റിങ്ങിലും സംവിധായകൻ്റെ കയ്യൊപ്പും അതിൽ പതിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. മൊത്തം ഒരു കുടുംബത്തോടൊപ്പം കണ്ടിരിക്കേണ്ടതും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു ചിത്രമാണ് ഈ വലയം. അടുത്തതായിട്ട് MC ജോസഫ് സംവിധാനം ചെയ്ത മീശ എന്ന ത്രില്ലർ ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തമിഴ് നടൻ കതിർ മലയാളത്തിലേക്കെത്തുന്ന ഈ ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോയും ഹക്കിം ഷാജഹാനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഒരു വനത്തിൽ നടക്കുന്ന കഥയാണിത്. ഇതൊരു സാധാരണ ത്രില്ലറിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് ഈ ഒരു മീശ എന്ന പടത്തിൻ്റെ പ്രത്യേകത. സംവിധായകൻ സാമൂഹിക വിഷയങ്ങളെയും ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആദ്യ പ്രതികരണത്തിൽ നിന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ തീവ്രമായ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള അഭിനയം ചിത്രത്തിൻ്റെ സസ്പെൻസിനെ കൂടുതൽ മികച്ചതാക്കുന്നു എന്നുള്ളതാണ്. സിനിമാ നിരൂപകരുടെ ഇടയിൽ ഇതിനകം നല്ല അഭിപ്രായം നേടിയിട്ടുള്ള മീശ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ദൃശ്യവിരുന്നായിരിക്കും. ചിത്രത്തിൻ്റെ വേഗതയും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും പ്രേക്ഷകരെ പിടിച്ചിരുത്തും. സാങ്കേതികപരമായി പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും ചിത്രത്തിൻ്റെ ഭീതിയും ആകാംക്ഷയും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പടം വന്നിരിക്കുന്നത് അർജുൻ അശോകൻ, മാളവിക മനോജ്, സൈജു കുറുപ്പ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന സുമതി വളവ് എന്ന ചിത്രമാണ്. ഹൊറർ, ഡ്രാമ, കോമഡി എന്നീ വിഭാഗങ്ങൾ ഒരുമിച്ച് സമന്വയിപ്പിച്ച് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ചിത്രം വ്യത്യസ്ത അനുഭവമാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ സുമതി എന്ന യുവതിയുടെ ദാരുണ മരണത്തിന് ശേഷം പേടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം ഒരു വളവിൽ ആ ഒരു വളവിന് എത്തുന്ന ആളുകൾക്ക് പ്രത്യേക പേടിയൊക്കെ ഉണ്ടാകുന്നു, പല അനുഭവങ്ങളുണ്ടാകുന്നു. അങ്ങനെ ആ വളവിൽ നടക്കുന്ന സംഭവങ്ങളും അവിടെ എത്തുന്ന മനുഷ്യരും നേരിടുന്ന അനുഭവങ്ങളുമാണ് ഈ ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. 90കളിലെ കേരള ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഈ ചിത്രം ഹൊറർ എന്നതിലുപരി ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ നർമ്മവും ദുരന്തങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ചിത്രത്തിലെ കോമഡി രംഗങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിക്കുമ്പോൾ ചില നിമിഷങ്ങൾ ഭീതിപ്പെടുത്തുന്നതുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അർജുൻ അശോകൻ തൻ്റെ സ്വാഭാവികമായ അഭിനയ പ്രകടനത്തിലൂടെ ചിത്രത്തിന് ജീവൻ നൽകുന്നുണ്ട്. സാധാരണ ഹൊറർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക ഐതിഹ്യങ്ങളെയും വിശ്വാസങ്ങളെയും ചിത്രം മനോഹരമായി കോർത്തിണക്കിക്കൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഈ സോണറിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സുമതി വളവ് ഒരു നല്ല ഒരു അനുഭവമായിരിക്കും. ഇനി നമുക്ക് OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്ത സിനിമകളെക്കുറിച്ച് സംസാരിക്കാം. OTT റിലീസുകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒന്നാണ് വിൻറ്റേജ് ചേമ്ര സംവിധാനം ചെയ്ത സൂപ്പർ ജിന്ദഗി എന്ന പടം. മനോരമ മാക്സിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയ ഈ ഒരു കോമഡി ഡ്രാമയിൽ
ധ്യാൻ ശ്രീനിവാസനും മുകേഷുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒരു നിധിവേട്ടയുടെ പശ്ചാത്തലത്തിൽ നർമ്മത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ ചിത്രം. ധ്യാൻ ശ്രീനിവാസനും മുകേഷും തമ്മിലുള്ള കെമിസ്ട്രി ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ചിരിപ്പിക്കുന്ന സംഭാഷണങ്ങളും അപ്രതീക്ഷിത വഴിത്തിരിവുകളും ഒക്കെ ചിത്രത്തെ കൂടുതൽ രസകരമാക്കുന്നു എന്ന് പറയാം. ഒരു നിധിവേട്ടയുടെ കഥ പറയുമ്പോഴും സൗഹൃദം, പുതിയ കണ്ടെത്തലുകൾ തുടങ്ങിയ ആഴത്തിലുള്ള വിഷയങ്ങളെ ഈ ചിത്രം ലളിതമായി അവതരിപ്പിക്കുന്നുണ്ട്. ഒരു അവധി ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു വീക്കെൻഡിലൊക്കെ മനസ്സമാധാനത്തോടെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു മികച്ച ഫീൽ ഗുഡ് ചിത്രമാണിത്. പ്രത്യേകിച്ച് വലിയ മാനസിക സംഘർഷങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമ എന്ന് വേണമെങ്കിൽ ഇതിന് വിശേഷിപ്പിക്കാം. അടുത്തതായിട്ട് ടോണി മാത്യു രചനയും സംവിധാനവും നിർവഹിച്ച സുരഭില സുന്ദര സ്വപ്നം എന്ന ഡ്രാമ ചിത്രമാണ്. സൺ നെക്സ്റ്റിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പോൾ വി വർഗീസും രാജലക്ഷ്മി രാജനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രം ഒരു സാധാരണ മനുഷ്യൻ്റെ സ്വത്വം കണ്ടെത്താനുള്ള യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തമായി ഒരു ഇടം കണ്ടെത്താനും ഒരു ലക്ഷ്യത്തോടെ ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. ഇതൊരു ആഴത്തിലുള്ളതും വൈകാരികവുമായ സിനിമയാണ് എന്ന് പറയാം. സമൂഹത്തിൽ സ്വന്തമായ ഒരിടം നേടാൻ സാധാരണക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ ചിത്രം വളരെ സത്യസന്ധമായി തന്നെ പറയുന്നുണ്ട്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ ചിത്രത്തിന് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. ചിലർക്ക് ഒരുപക്ഷെ ചിത്രത്തിൻ്റെ വേഗത കുറവായി തോന്നിയേക്കാം. എന്നാൽ ക്ഷമയോടെ കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കും. ഹൃദയസ്പർശിയായ കഥയും സത്യസന്ധമായ അവതരണവുമാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്ന സംശയം എന്ന ചിത്രത്തെക്കുറിച്ചും പറയാതെ വയ്യ. കാരണം രാജേഷ് രവി സംവിധാനം ചെയ്ത ഈ വൈകാരിക ചിത്രം വിശ്വാസത്തെയും ബന്ധങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു പഠനമാണ്. ഒരു ദമ്പതികളുടെ ജീവിതത്തിൽ അവരുടെ നവജാത ശിശുവിൻ്റെ പിതൃത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിൻ്റെ കേന്ദ്രബിന്ദു അല്ലെങ്കിൽ കഥാതന്തു എന്ന് പറയുന്നത്. ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട്, ലിജോമോൾ ജോസ്, പ്രിയംവദ കൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ലിജോമോൾ ജോസിൻ്റെയും വിനയ് ഫോർട്ടിൻ്റെയും പ്രകടനങ്ങൾ ഈ ചിത്രത്തിൻ്റെ ശക്തിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സംശയം, ദുഃഖം, അനുരഞ്ജനം തുടങ്ങിയ തീവ്രമായ വികാരങ്ങളെ ചിത്രം വളരെ സ്വാഭാവികമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കാണുന്ന പ്രേക്ഷകരിൽ ഒരുപാട് ചിന്തകൾ ഉണർത്തുന്ന ഒരു ചിത്രമാണിത്. വൈകാരികമായ രംഗങ്ങളും കഥാപാത്രങ്ങളുടെ ആഴത്തിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ബന്ധങ്ങളും ചിത്രത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. അവസാനമായിട്ട് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത തമ്മുടു എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു തെലുങ്ക് ചിത്രമാണെങ്കിലും മലയാളം പതിപ്പും ലഭ്യമാണ്. നിതിൻ, സ്വായിക വിജയ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഈ ചിത്രം ഒരു ആക്ഷൻ ഡ്രാമയാണ്. ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ ചിത്രം കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. മലയാളത്തിൽ ഡബ് ചെയ്ത പതിപ്പായതിനാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അന്യഭാഷാ ചിത്രത്തിൻ്റെ അനുഭവം ലഭിക്കും എന്നുള്ളതാണ്. വലിയ ആക്ഷൻ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല തിരഞ്ഞെടുപ്പായിരിക്കും. ഒരു വീക്കെൻഡിലൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആക്ഷൻ പാക്ഡ് എൻ്റർടൈനറാണിത് എന്ന് വേണമെങ്കിൽ പറയാം. പൊതുവായ ഒരു വിലയിരുത്തൽ നോക്കുവാണെങ്കിൽ ഈ ഓഗസ്റ്റ് 1 റിലീസ് ചെയ്ത സിനിമകൾ മലയാള സിനിമാ വ്യവസായത്തിൻ്റെ വൈവിധ്യം എടുത്തു കാണിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ ഈ വലയം പോലുള്ള സാമൂഹിക പ്രസക്തിയുള്ള ചിത്രങ്ങളും മീശ പോലുള്ള ത്രില്ലറുകളും സുമതി വളവ് പോലുള്ള ഹൊറർ കോമഡി ചിത്രങ്ങളും പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത്. അതേസമയം OTT പ്ലാറ്റ്ഫോമുകളായ മനോരമ മാക്സ്, സൺ നെക്സ്റ്റ്, നെറ്റ്ഫ്ലിക്സ് എന്നിവയിലൂടെ സൂപ്പർ സിന്ദഗി, സുരഭില സുന്ദര സ്വപ്നം, സംശയം, തമ്മുടു തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് വീട്ടിലിരുന്ന് സിനിമ ആസ്വദിക്കാനായിട്ട് അവസരവും നൽകുന്നുണ്ട്. OTT റിലീസുകളുടെ വർധനവ് ഒരു വശത്ത് നടക്കുമ്പോൾ സിനിമാ വ്യവസായത്തിന് പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു നൽകുമ്പോൾ മറുവശത്ത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള സിനിമകൾ ഇഷ്ടമുള്ള സമയത്ത് കാണാനുള്ള സൗകര്യവും നൽകുന്നു എന്നുള്ളതാണ്. ഇത് മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകളാണ് നൽകുന്നത്. തിയേറ്ററുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെങ്കിലും OTT പ്ലാറ്റ്ഫോമുകൾ പുതിയ പ്രതിഭകൾക്ക് അവസരം നൽകുകയും പരീക്ഷണാത്മക ചിത്രങ്ങൾക്ക് ഒരു വേദി ഒരുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ആഴ്ചയിലെ റിലീസുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല ചിത്രങ്ങളും ഇതിനോടകം തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. വരും ആഴ്ചകളിലും മലയാള സിനിമയിൽ ഒരുപാട് റിലീസുകളൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
സിനിമാ വ്യവസായത്തിന് ഇതൊരു നല്ല കാലഘട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കലാപരമായും വാണിജ്യപരമായും മികച്ച ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച പുതിയ സിനിമാ വിശേഷങ്ങളുമായി എത്തുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.